ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇടയ്ക്ക് ഇണക്കും അതുപോലെ തന്നെ പിണക്കും ഉണ്ടാകാറുണ്ടല്ലേ. പിണക്കം വഴക്കായി മാറാറുണ്ട്, വാക്ക് തർക്കങ്ങളായി മാറാറുണ്ട്. ചിലപ്പോൾ അത് അടിയിലും കലാശിക്കും. ചിലപ്പോൾ 1-2 അടിയൊക്കെ കിട്ടിയെന്ന് വരും അല്ലേ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അടിച്ചതിന് ശേഷം ഭർത്താവിന് എന്തെങ്കിലും ഒരു മാനസാന്തരം തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ അടിച്ചത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ മനസ്സിന് വിഷമമായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില ഭർത്താക്കന്മാർ അപ്പോഴത്തെ ആവേശത്തിന് അല്ലെങ്കിൽ ദേഷ്യത്തിന് ഒന്ന് അടിച്ചു എന്ന് വരും. അടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുമോ, അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചു പോയല്ലോ പാവം എന്ന് തോന്നിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പൊറോട്ടയോ ചിക്കനോ മസാല റോസ്റ്റോ ആ തല്ലിയ വിഷമം മാറ്റാനായിട്ട് അതൊക്കെ വാങ്ങി തരുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. അച്ഛന്മാരും ഉണ്ട്, മക്കളെ അടിച്ചോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടോ? അതിനുള്ള ഉത്തരവും കൂടി ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ എത്ര പേരുണ്ടോ അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ തീർച്ചയായും എൻ്റെ വരും വീഡിയോകൾ കണ്ടിരിക്കണം. അതിൽ ഞാൻ എപ്പോഴാണ് അനൗൺസ് ചെയ്യുക? എന്തായാലും ഞാനൊരു 20-ാം തീയതിക്കുള്ളിൽ അനൗൺസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാലല്ലേ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ വീഡിയോയിൽ അനൗൺസ് ചെയ്യും. അതിനുശേഷം അത് കേട്ടിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരണം, ഫോൺ നമ്പറും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇത് ഭർത്താക്കന്മാരാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ എല്ലാം അയച്ചു കൊടുക്കുക. ഓണസാരി ഗിവ് അവേ ആണ് കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് താഴത്തെ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും. അതിൽ ഞാൻ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിന്നറെ ഈ 2025 ഓഗസ്റ്റ് 20-ാം തീയതിക്കുള്ളിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോഴേ ആരാണ് വിന്നറെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളിത് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാൻസ് മിസ്സാവും കേട്ടോ.